ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് E20 പെട്രോൾ. ലൈക്ക് എന്താണ് ഇപ്പൊ ഈ ഏപ്രിൽ മുതലാണ് മെയിൻ ആയിട്ട് E20 ഇംപ്ലിമെന്റ് ആയത്, അല്ലെങ്കിൽ പെട്രോൾ. അപ്പൊ അതിന് ഡാമേജ് കാര്യങ്ങൾ വണ്ടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ പറയാം. ഇപ്പൊ നമ്മള് അതിന്റെ ഈ പ്രൈസിന്റെ കാര്യം, ഈ ഇപ്പൊ നമ്മള് 102 114 ഈ പ്രൈസ് ആയിട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയത് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ്. അപ്പൊ ശരിക്കും E20 പെട്രോൾ കാരണമാണോ, അല്ലെങ്കിൽ E20 ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തതിനെ കൊണ്ടാണോ ഈ പ്രൈസ് ഹൈക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ അതിന്റെ പിന്നെയുള്ള സാധനം എന്താണ് ശരിക്കും? നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കേണ്ട വിഷയമാണിത്. കാരണം എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ഈ പെട്രോൾ ഇന്ധന വില കൂടുന്നു, അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റ് കൂടുന്നു, അത് കാരണം ഭക്ഷ്യവസ്തുക്കളുടെ വില കൂടുക. അപ്പൊ അത് ഒരു സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഇതില് നമുക്കറിയാവുന്നത് നമ്മുടെ ഒരു ക്രൂഡ് ഓയിലിന്റെ വില ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില നമ്മൾ ഏകദേശം എടുത്താൽ ഒരു ലിറ്ററിന് ഏകദേശം 49 ആ റേഞ്ചിലാണ് വില വരിക ഇന്ത്യൻ റുപ്പി. അപ്പം പക്ഷെ നമുക്ക് ഇന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് 30/7/2026. ഈ ഒരു ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ അതിന്റെ വില എന്ന് പറയുന്നത് 114 രൂപ 27 പൈസയാണ് കേരളത്തിലെ വില. ഓക്കെ, ഓരോ സ്റ്റേറ്റിനനുസരിച്ച് മാറുന്നുണ്ടല്ലോ. അപ്പൊ കേരളത്തിലെ വില ഇത്രയാണ്. 49 ഉള്ളിടത്താണ് അത് 114 രൂപ 27 പൈസ. ഇത് ഏത് പെട്രോൾ? ഇത് പ്യുവർ പെട്രോൾ അല്ല, ഇത് E20 പെട്രോൾ. എന്താണ് E20 പെട്രോൾ? E20 എന്ന് പറഞ്ഞാൽ എത്തനോൾ 20% ഉള്ള പെട്രോളാണ്. എന്ന് പറഞ്ഞാൽ 80% പ്യുവർ പെട്രോൾ, 20% എത്തനോൾ ആണ്. അതായത് 1 ലിറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 20% എത്തനോൾ ആയിരിക്കും. ഏകദേശം 200 ml എത്തനോളാണ്, 800 ml പ്യുവർ പെട്രോൾ. അപ്പൊ ശരിക്കും നമുക്കൊരു പ്യുവർ പെട്രോളിന്റെ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. പ്യുവർ പെട്രോളിന്റെ അല്ല, ക്രൂഡ് ഓയിലിന്റെ റേറ്റ് ആണ് 49. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആ ക്രൂഡ് ഓയിലിന് പെട്രോൾ കിട്ടണമെങ്കിൽ റിഫൈനിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് പ്യുവർ പെട്രോളിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 66 രൂപ 74 പൈസയാണ്. ഇതില് നമുക്ക് 20% പെട്രോൾ കുറക്കണം. ഓക്കെ, അതിന് ഏകദേശം 13 രൂപ 35 പൈസ നമുക്ക് കുറക്കണം. അതിലേക്ക് നമുക്ക് 20% എഥനോൾ ആഡ് ചെയ്യണം. അതിന്റെ കോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 13 രൂപ 60 പൈസയാണ്. ഓക്കെ, ഇനി ഇത് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്യലും അതേപോലെ തന്നെ ഈ ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനീസിന്റെ ഓപ്പറേഷൻസിനൊക്കെ ആയിട്ട് 2 രൂപ 45 പൈസ. ഇതൊക്കെ ഞാൻ പറയുന്നത് 1 ലിറ്ററിന് മാത്രം. അങ്ങനെ കൂടുക. അങ്ങനെ ഈ ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനീസ് ഇവര് സെറ്റ് ചെയ്യുന്ന ബേസ് പ്രൈസ് ഇന്നത്തെ വിലയിൽ അത് 69 രൂപ 44 പൈസയായി. ഓക്കെ, അപ്പൊ ഈ ബേസ് പ്രൈസിന്റെ മേലെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡീലേഴ്സ് ആണ് ഇത് പെട്രോൾ പമ്പിലേക്കൊക്കെ എത്തിക്കുന്ന റീറ്റെയിൽ ഡീലേഴ്സ്. അവരുടെ ഒരു കമ്മീഷനായിട്ട് 4 രൂപ 20 പൈസ വേറെയും പോകും. ഈ ഒരു പൈസയുടെ മേലേക്കാണ് അടുത്ത സെൻട്രലിന്റെ എക്സൈസിന്റെ ഡ്യൂട്ടി വരുന്നത്, സെൻട്രൽ ഗവൺമെന്റ്. അത് ഏകദേശം വരുന്നത് അത് ഫിക്സഡ് എമൗണ്ടാണ്. അത് 11 രൂപ 90 പൈസയാണ്. അത് 21 രൂപ 90 പൈസയായിരുന്നു. അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് 10 രൂപ കുറച്ചിട്ട് 11 രൂപ 90 പൈസയാണ്. ഇത്രയും എടുത്താൽ ഇതിന്റെ മേലേക്കാണ്, ഇവിടം വരെയുള്ള ടോട്ടൽ എമൗണ്ടിന്റെ മേലേക്കാണ് സ്റ്റേറ്റിന്റെ ടാക്സ്. മേലെയാണ് എടുത്തത്. ഒരിക്കലും. അപ്പൊ ഈ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ അതിൽ എന്തൊക്കെ വരും? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയിൽ ബേസിക് ഡ്യൂട്ടി 1 രൂപ 40 പൈസ, റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് 1 ലിറ്ററിന്റെ മേലെ 5 രൂപ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് സെസ് 2 രൂപ 50 പൈസ ലിറ്ററിന്റെ മേലെ, സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി 3 രൂപ 1 ലിറ്ററിന്റെ മേലെ. അങ്ങനെയാണ് 11 രൂപ 90 പൈസ സെൻട്രൽ ഗവൺമെന്റ് ഈടാക്കുന്നത്. അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. പക്ഷെ ഇതിന്റെ മേലെ സ്റ്റേറ്റ് ഗവൺമെന്റ് വാറ്റ് ആ നികുതിയായിട്ട് അവര് ഈടാക്കുന്നത് 30.08%. അതാണ് പ്രശ്നം. ഒരു ഫിക്സഡ് എമൗണ്ട് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും. പക്ഷെ ഇത് ശതമാനത്തിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെന്റ് വരെയുള്ള പൈസ ഹൈക്കാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇത് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനും കൂടും. അങ്ങനെ ഇന്ന് അത് 25 രൂപ 73 പൈസയാണ് കേരള വാറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതിന്റെ പുറമെ അഡീഷണൽ സെയിൽസ് ടാക്സ് 1 രൂപ, അതിന്റെ പുറമെ സോഷ്യൽ സെക്യൂരിറ്റി സെസ് 1 ലിറ്ററിന്റെ വില വീണ്ടും 2 രൂപ. കേരള ഗവൺമെന്റാണ്. ഈ 3 വരുന്നത് കേരള ഗവൺമെന്റാണ്. ഇതൊക്കെ കൂട്ടുമ്പോഴാണ് നമുക്ക് 114 രൂപ 27 പൈസ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് E20 ആണോ ഇതിലേക്കുള്ള മേജർ പ്രൈസ് ഹൈക്കിനുള്ള കാരണം എന്നാണ്. ഇപ്പൊ E20 ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മൈനസ് ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു
പെട്രോൾ 20% കുറച്ചുകൊണ്ട് 13 രൂപ 35 പൈസ കുറഞ്ഞു. ഇനി എത്തനോൾ ആഡ് ചെയ്തുകൊണ്ട് 13 രൂപ 60 പൈസ കൂടി. ഒന്ന് കുറഞ്ഞു, മറ്റേത് കൂടി. അപ്പൊ ആകെ ഒരു പൈസ എടുത്താൽ ആകെ ആടെ ഒരു വ്യത്യാസം വരുന്നത് എത്രയാണുള്ളത്? ഒരു 25 പൈസ. പിന്നെ ബ്ലെൻഡിങ്ങിന്റെ കോസ്റ്റ് ഇല്ല, അത് കുറക്കാം. അത് കുറക്കുമ്പോൾ ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് വരെയുള്ള ടാക്സ് വരെയുള്ള പൈസയും കുറയും. അപ്പൊ അതിന്റെ മേലെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ്. അപ്പൊ ആ പൈസ എന്ത് ചെയ്യും? കുറച്ചൊന്ന് കുറയും. അപ്പൊ അങ്ങനെ ആകെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 രൂപ 51 പൈസ ഒരു ലിറ്ററിന് കുറയും. എത്തനോൾ ഇല്ല, പ്യുവർ പെട്രോൾ ആണെങ്കിൽ ഇതായിരിക്കും ഏകദേശം ഒരു 110 രൂപ 76 പൈസയൊക്കെ വരും. അപ്പൊ മറ്റേ 114 സംതിങ് ആണ്. ഇവിടെ വരുന്നത് 110 രൂപ 76 പൈസയാണ്. അപ്പൊ ഇങ്ങനെയാണ് എത്തനോൾ കാരണം വരുന്നത് വില വ്യത്യാസം. പക്ഷെ ഇത് മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ഇതിന്റെ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷനെ മറന്നുപോകും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നോക്കാം, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആകെ ചുമത്തുന്നത് 11 രൂപ 90 പൈസയാണ്. കേരള ഗവൺമെന്റിന്റെ ഏകദേശം ടോട്ടൽ എടുത്താൽ 28 രൂപ 73 പൈസയാണ് ഒരു ലിറ്ററിന്റെ മുകളിൽ ചുമത്തുന്നത്. ഇത് രണ്ടും കൂട്ടി നോക്കി, ഇത് രണ്ടും കൂട്ടി ഏകദേശം 40 രൂപ എടുത്തേ അല്ലേ? 28ഉം 38ഉം അല്ലെ 39 40 രൂപേന്റെ അടുത്ത് ഇത് തന്നെ വന്നു. ടാക്സ് മാത്രം വന്നു. ഇത് കേവലം 1 ലിറ്ററിനാണ് നോക്കണം, കേവലം 1 ലിറ്ററിനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഇതിന്റെ ഡാറ്റാസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ EPAC എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നമ്മൾ പോയാൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡാറ്റാസ് കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ ഡാറ്റാസ് എടുത്തു. അപ്പൊ ഡാറ്റാസ് എടുത്തപ്പോൾ കേരള ഗവൺമെന്റ് ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു ഈ 2024-25 വർഷത്തെ ടോപ്പ് 10 പെട്രോൾ കൺസ്യൂമേഴ്സ് ഉള്ള സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 10ാം സ്ഥാനത്ത് കേരളമാണ്. നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നത് ഉത്തർപ്രദേശ് പോലെയുള്ള ജനസംഖ്യ കൂടി സംസ്ഥാനങ്ങളായിട്ടാണ്. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഇത്രയും അധികം പെട്രോൾ കൺസംപ്ഷൻ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ടാക്സ് ഇനത്തിൽ മാത്രം കേരള ഗവൺമെന്റ് പെട്രോളിന്റെ വില തിരിച്ചെടുക്കുന്നത് 4,625 കോടി രൂപയാണ്. ഓക്കെ, ഇനി കേന്ദ്ര ഗവൺമെന്റ് കണക്കെടുക്കാം 2025-26 വർഷം. അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതേ കണക്ക് നമ്മൾ എടുത്താൽ പെട്രോളിയം അല്ലെ, നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇപ്പം നമുക്ക് സാധാരണ ജനങ്ങൾക്കും ഇപ്പൊ നെറ്റ്വർക്കിന്റെ ആക്സസ് ഉണ്ട്, ഇന്റർനെറ്റിന്റെ ആക്സസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ 2025-26 എന്ന് പറഞ്ഞ വർഷം സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം MS എന്ന് കാണാം, മോട്ടോർ സ്പിരിറ്റ് എന്നാണ്. മോട്ടോർ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രികളിൽ പെട്രോളിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേമാണ് മോട്ടോർ സ്പിരിറ്റ് എന്നാണ്. അതിന് നേരെ നിങ്ങൾ നോക്കുക, നിങ്ങൾ തന്നെ നോക്കുക, എന്ത് ചെയ്യാം, ഇതിന് എത്രത്തോളം കൺസംഷൻ ഉണ്ടെന്ന് നോക്കുക. ആ കൺസംഷനെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മെട്രിക് ടണ്ണിലാണ് ഉണ്ടാവുക. ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1350 ലിറ്റർ പെട്രോളാണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. ആ ഗുണിച്ചതിന് എന്ത് ചെയ്യുക, നിങ്ങൾ പിന്നെ ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ഈടാക്കുന്ന 11 രൂപ 90 പൈസ കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും എത്രയാണ്? 68,414 കോടി രൂപയാണ്. ഒരു വർഷം പെട്രോളിന്റെ വില മാത്രം. ബാക്കി പെട്രോളിയം പ്രൊഡക്ട്സിനെ കുറിച്ചൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല, ഒന്നും നമ്മൾ പറഞ്ഞില്ല. അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. ഇത്ര മാത്രം നമ്മൾ പറയുമ്പോൾ ഇത്ര വലിയൊരു പൈസ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്ര ഒരു ഭീമമായ തുകയല്ലേ സാധാരണ ജനങ്ങളുടെ മേലെ നികുതി പണം ചുമത്തുന്നത്. അത് നമ്മൾ ആലോചിക്കണം. നോക്കുക, കേരളം ചുമത്തുന്നത് 30.08. ഓക്കെ, ഇത് കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്നത് 11.9. അതേ പൈസയാണ് കേരള ഗവൺമെന്റ് ചുമത്തുന്നതെന്ന് വിചാരിക്കും. അപ്പൊ 28 ഏകദേശം 17 അല്ലെ, 28 ഇപ്പൊ കേരളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏകദേശം 16-17 രൂപ കുറയും. ഇന്നുള്ള പെട്രോൾ റേറ്റ് ഒരു 14 രൂപ കുറഞ്ഞാൽ 100-ലെത്തിക്കാൻ പറ്റും. 100-ലെത്തിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അത് നമ്മൾ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, നമ്മുടെ കേരള ഗവൺമെന്റിനെക്കൂടെ വലിയൊരു വരുമാനമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അത് ഒറ്റയടിക്ക് എടുത്തു കളയാനും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ എന്ത് ചെയ്യണം, അവര് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഇതിനെ അഡ്രസ് ചെയ്യേണ്ടത്, തീർച്ചയായും അഡ്രസ് ചെയ്യേണ്ടത്. അതെന്ത് ചെയ്യണം, അത് ഒറ്റയടിക്ക് എല്ലാം ഒന്ന് നിർത്തലാക്കുക എന്നുള്ളതല്ല. പക്ഷെ കുറച്ചാൽ ഒരു ചെറിയൊരു സഹായം ഒരു പൗരന് ഉറപ്പാക്കാനായിട്ട് ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഗവൺമെന്റിന് വരവിന് എന്തെങ്കിലും വഴി വേണം. സെൻട്രൽ ഗവൺമെന്റ് പോട്ടെ, ഒരുപാട് ഇൻഡസ്ട്രീസും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കേരള എന്ന് പറഞ്ഞ സ്റ്റേറ്റില്
കൺസപ്ഷൻ കൂടുതലാണ്. പക്ഷെ ഇവിടുന്ന് ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ഇൻഡസ്ട്രീസും കുറവാണ്. തമിഴ്നാട് പോലത്തെ സ്റ്റേറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏരിയ കൂടുതലുണ്ട്, കൺസപ്ഷൻ കൂടുതലുണ്ട്. പക്ഷെ അതെന്താ അതിനനുസരിച്ച് പ്രൊഡക്ഷനും ഉണ്ട്, അതിന് വരുമാനം വരുന്നുണ്ട്. കേരളത്തിൽ ഈ സാലറി കൊടുക്കാനൊന്നും വരുമാനമല്ല. പക്ഷെ ആ സാധനം മൊത്തം പണ്ടത്തെ ഒരു രാജഭരണ ടൈപ്പിലേക്ക് കടന്ന രീതിയിൽ ആൾക്കാർ ഇതൊന്ന് ഈടാക്കുകയാണ്. പക്ഷെ അത് ശരിയല്ല. പക്ഷെ അങ്ങനെ ചെയ്യാനവർക്ക് വേറെ വഴിയില്ല. നമ്മൾ മൊത്തത്തിലൊരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനല്ല ചെയ്യുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാല് ഇവിടെ നമുക്ക് സർവീസ് സെക്ടറാണ് കൂടുതലുള്ളത്. പക്ഷെ നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് വളരെ കുറവാണ്. ആ ഒരു സെക്ടർ നമ്മൾ വളരെ വീക്കായിട്ട് തന്നെയാണുള്ളത്. അത് നമുക്ക് ബൂസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് മാത്രമല്ല, അങ്ങനെ ഒരു ഷോർട്ടേജ് നമുക്ക് വന്നാലും അത് മോറലി നോക്കുമ്പോൾ അതൊരിക്കലും ജനങ്ങളുടെ മേലെ അമിത നികുതി ഭാരമാക്കിയിട്ടാണോ അതിനെ മറികടക്കേണ്ടതെന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനെ ഇത് 114 എന്നേ അറിയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 102 114 എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എങ്ങനെ പോകും, ഏത് കോൺട്രിബ്യൂഷൻ? പിന്നെ ഈ ഒരു 30 രൂപ 28 രൂപയ്ക്ക് അവർക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാൻ, കൺസപ്ഷൻ അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പോലും എന്തൊക്കെ സാധനങ്ങൾ വരുന്നു. നോർമലി ഒരു ജസ്റ്റ് ഒരു വണ്ടി മാത്രം വീട്ടിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. 28 രൂപ 28 രൂപ പോട്ടെ, ഒരു 12 രൂപ പറഞ്ഞെന്ന് വിചാരിക്കാം, 11 പറഞ്ഞെന്ന് വിചാരിച്ചോ. എന്നാലും എന്തോരം മാറ്റങ്ങളാണ്. 2-3 ലിറ്റർ അതാണ് പോയിന്റ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ 28 രൂപ എന്നല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1 ലിറ്റർ അല്ല ഒരാൾ ഒരു ദിവസം ഉപയോഗിക്കുന്നത്. ഒരാൾ അവരുടെ ഉപജീവന മാർഗത്തിനാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അദ്ദേഹം മിനിമം ഒരു 5 ലിറ്ററിന്റെ മേലെ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അതെത്ര വലിയ എമൗണ്ട്? അവർക്ക് ജസ്റ്റ് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സർവൈവ് ചെയ്യാൻ ആ എമൗണ്ട് മതി. അതെ, ആ ഒരു എമൗണ്ട് ആണ് ഇവിടെ നമുക്ക് ടാക്സിനത്തിൽ തന്നെ പോകുന്നത്. നമ്മൾ ഒരിക്കലും 1 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ചിന്തിക്കരുത്. അതൊരു വലിയൊരു എമൗണ്ട് ഓഫ് കൺസംഷൻ നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അപ്പോൾ ആ കേരളത്തിൽ ഇത്രത്തോളം നികുതി പണം പോകുമ്പോൾ അതൊക്കെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇത്ര ഭീമമായ നികുതി പിരിച്ചെടുക്കുന്നത്. ഗവൺമെന്റ് കൃത്യമായിട്ടും അത് പരിഗണിക്കണം. അത് മാത്രമല്ല, എന്ത് ചെയ്യണം, നമ്മളിത് സംസാരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് സാധാരണക്കാരുടെ മാറ്ററാണ്. നമ്മളതിനെ കണക്കുകൾ വെച്ച് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് വിവരങ്ങളെല്ലാം നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. അതെന്ത് ചെയ്യണം, കൃത്യമായി ഓരോ സാധാരണക്കാരിലേക്ക് എത്തണം. അതെത്തുക മാത്രമല്ല, അതിനുള്ള ആക്ഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.